എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ നിന്നത് എനിക്കൊരു കോമഡി ആവും. സോ എൻ്റെ പേര് ഡയന ഷിയോ വയനാട്. പക്ഷെ ഒരു പേരിൽ എന്തിരിക്കുന്നു അല്ലേ എന്നാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് മുന്നത്തെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ മെയ്ഡൻ നെയിം വാസ് ഡയന റാഫി ചാടുക. റാഫി എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയാട്ടോ. പപ്പനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ആളൊരു സകലകലാവലം. ഓക്കെ, പക്ഷെ ഞാൻ ആളെ പറ്റിയും ഞങ്ങളുടെ പേരുകളെ പറ്റിയും ജിസ്റ്റിൽ ഒരു ചെറിയ കഥ പറഞ്ഞത്. അപ്പൊ എന്റെ പപ്പ സകലകലാവലം, ആർട്സിൽ മുന്നിൽ, പാട്ട്, ഡാൻസ്, എല്ലാം മിമിക്രി, മൈമ്, ക്രിക്കറ്റിലാണെങ്കിൽ ക്യാപ്റ്റൻ, ഡാൻസിലാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും പപ്പ ചെയ്യും. അപാര കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യൻ. അങ്ങനെ എന്റെ പപ്പ ചെറുപ്പകാലത്ത് പപ്പയ്ക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പാപ്പ കുറച്ച് ബസ്സിന് കാശ് കൊടുക്കുന്നത്. ആ കാശിന് മിച്ചം വെച്ച് പപ്പ ഒരു സൈക്കിൾ വാങ്ങിച്ചു. പോയി വണ്ടികളോടുള്ള കമ്പം കൂടി വന്നപ്പോ പപ്പ ഒരു ടെമ്പോ വാങ്ങിച്ചു. ബികോം പോലും പപ്പ മര്യാദയ്ക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് പപ്പ ഒരു ട്രാൻസ്പോർട്ടിന്റെ ബിസിനസ് തുടങ്ങി. ജോസഫ് ട്രാൻസ്പോർട്ട് എന്നായിരുന്നു ട്രാൻസ്പോർട്ടിന്റെ പേര്. ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അടിപൊളിയായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ട് പോയി പപ്പ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബസ്, കാറ്, ജീപ്പ്, ട്രക്കുകള്, ടെമ്പോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ബിസിനസ് അടിപൊളിയായിട്ട് ഫ്ലറിഷ് ആയി. അങ്ങനെ ഇരിക്കെ അപ്പൊ എന്താ പറയാ, അപ്പൊ വേദനിക്കുന്ന ഒരു കൊടീശ്വരനായി കണ്ടപ്പോ അമ്മാവ് തീരുമാനിച്ചു ഈ ചെക്കനെ കെട്ടിച്ചു വിടണം. അപ്പൊ 30ാമത്തെ വയസ്സില് അമ്മാമ്മ ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ട് പപ്പേനെ അമ്മേനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പൊ എന്റെ അമ്മയുടെ പേര് ജിജിയാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വയ്ക്കുക, പപ്പയുടെ പേര് റാഫി, അമ്മയുടെ പേര് ജിജി. ഓക്കെ, ഇത് ഓർത്ത് വെച്ചാൽ മുന്നിലും ഉപയോഗപ്പെടും. ഓക്കെ, സോ അപ്പൊ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 31, 1997 അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന നേരത്ത് ലാസ്റ്റ് സ്കാനിന് വേണ്ടി അമ്മ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടി നല്ല ഓവർവെയിറ്റ് ആണ്, സി സെക്ഷൻ ചെയ്യേണ്ടി വരും. അന്ന് ഓവർവെയിറ്റ്, ഇന്ന് ഓവർവെയിറ്റ്, നമ്മൾ വന്ന വഴി മറക്കരുത്. ഓക്കെ, അപ്പൊ അത് കാരണം പെട്ടെന്ന് സി സെക്ഷൻ ചെയ്തതിന് പുറത്തെടുത്തു. ഞാൻ ലോകം കണ്ടു. ഇനിയിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാ അമ്മമാരും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് വേണ്ടി പേര് ആലോചിച്ച് വെക്കുന്നത് അല്ലെ. എല്ലാ അമ്മമാരും ചെയ്യും എന്ത് പേരിടണം. അങ്ങനെ ഇരിക്കാൻ എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി കുറെ പേരുകൾ ആലോചിച്ച് വെച്ചു. അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പേരുകളിലാണ് ആൻ മേരി, റോസ് മേരി, ഏഞ്ചൽ മേരി, ആൻ മേരി, അങ്ങനെയൊക്കെ കുറെ പേര്. അപ്പൊ അമ്മ തീരുമാനിച്ചു വെച്ചു ആൻ മേരി എന്നിടാണ്. പക്ഷെ എൻ്റെ പപ്പ അന്നത്തെ ന്യൂസ് പേപ്പർ തുറന്നു നോക്കിയപ്പോ അന്നത്തെ ഫ്ലാഷ് ന്യൂസ് ആയിരുന്നു. സെപ്റ്റംബർ 1, 1997 ഫ്ലാഷ് ന്യൂസിൽ എടുക്കുന്നത് ഡയന രാജകുമാരി ഫ്രാൻസിൽ ഒരു കാർ അപകടത്തിൽ മരിച്ചു. കിട്ടി, കുട്ടിയുടെ പേര് ഡയന. അങ്ങനെ എന്റെ പേര് ഡയന. എന്റെ പേരിൽ പപ്പ ട്രാവൽസ് ഒക്കെ തുടങ്ങിട്ടോ. ഒരു ബസ്സൊക്കെ വാങ്ങിച്ചു പപ്പ ട്രാവൽസ് തുടങ്ങി. 8+8 എത്രയാ? അത് 16 നില പൊട്ടി. അപ്പൊ പപ്പ ആ ബസ് വിൽക്കാന്ന് വിചാരിച്ചു. പപ്പ ബസ് വിളിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ മേടിച്ച് അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പറയാം, നിങ്ങൾ തന്ന ബസ് വെച്ചിട്ട് എനിക്ക് വെച്ചൊരു കയറ്റുണ്ടായി, നല്ല ഐശ്വര്യമായിരുന്നു. ഞങ്ങളിപ്പോ ആ പേര് പോലും നമ്മൾ മാറ്റാണ്ട് ഡയന ട്രാവൽസ് തന്നെ കോമ്പയിലിപ്പുണ്ട്. അപ്പൊ അത് അങ്ങനെ നടത്തി പോകും. നല്ല സക്സസ്ഫുൾ ആയി. അങ്കിള് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. പപ്പയ്ക്ക് കേട്ടപ്പോ പപ്പ എന്റെ അടുത്തേക്ക് നോക്കിയിട്ട് പറയാം, നിന്നെക്കൊണ്ട് ഈ വീട്ടിൽ ഉപകാരമില്ലല്ലോ, കയറി ചെല്ല വീട്ടിൽ നല്ല ഐശ്വര്യമായിരുന്നു. ഓക്കെ, അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം 5 കൊല്ലം കഴിഞ്ഞു. അമ്മ സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആയിരിക്കുന്ന നേരത്ത് അമ്മ പാവം ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള കാരണം 2ാമത്തെ പ്രാവശ്യം പേരൊന്നും നോക്കി വെച്ചില്ല. കാരണം ഇടാൻ സമ്മതിക്കില്ല എന്നറിയാം പപ്പ. അങ്ങനെ കൊച്ച് എന്താ പറയാ, അമ്മയുടെ ഉള്ളിലത്തെ വാസം മതിയാക്കാൻ വേണ്ടിയിട്ട് പൊക്കൾക്കൂടി ഇട്ടിട്ട് ഊഞ്ഞാലടിയതാണ്. അത് അവളുടെ കഴുത്തിൽ പെട്ടു. പെട്ടെന്ന് എമർജൻസി സി സെക്ഷൻ ചെയ്ത് അവളെ പുറത്തൊക്കെ വന്നു. അങ്ങനെ അവള് പുറത്ത് വന്നു. 25 മാർച്ച് 2002 അവള് ജനിച്ചു, പെൺകുട്ടി. പക്ഷെ ഇതിനൊക്കെ മുന്നേ അമ്മ ഗർഭിണി ആയിരിക്കുന്ന നേരത്തെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അങ്കിള് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അമ്മനെ കണ്ടിട്ട് പറഞ്ഞു, ഈ ജിജിക്ക് ഇത്തവണ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഡയനെ ഗർഭിണിയായിരിക്കുന്ന പോലെയല്ല, ജിജിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഇത് എന്തായാലും ആൺകുട്ടിയായിരിക്കും അങ്കിള് പറഞ്ഞു. പക്ഷെ പപ്പയ്ക്ക് ഭയങ്കര വാശി, അല്ല ഇത് പെൺകുട്ടിയാ, എനിക്ക് പെൺകുട്ടിയെ വേണം, എനിക്ക് ആൺകുട്ടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പപ്പ ഭയങ്കര വാശി പിടിച്ചു എന്താന്നറിയില്ല പെൺകുട്ടികളെ എടുത്ത് വെച്ചു. കാരണം ഞാനുണ്ടായ കാരണമായിരിക്കും. ചിലപ്പോ എന്താ പറയാ, എന്റെ ചപ്പാച്ചി വർത്താനും കൊളഗേറ്റ് പോലത്തെ ചിരിയും ഈ കഴുകന്റെ പോലത്തെ മൂക്കൊക്കെ കണ്ടിട്ടായിരിക്കും പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം. പെൺകുട്ടി തന്നെ വേണമെന്ന് പപ്പ വാശി പിടിച്ചു. അപ്പൊ പപ്പ
അങ്കളുടെ കൂടെ വെച്ച് വെച്ചു, ജോസഫ് അങ്കളുടെ കൂടെ. ഞാൻ കുട്ടി ആവണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് ജോസഫ്, പക്ഷെ ആയത് പെൺകുട്ടി. അപ്പൊ ഈ പേര് ഇടും, പെൺകുട്ടിയാണെങ്കിൽ പേര് നോക്കി വെച്ചിട്ടില്ലേ. ഇംഗ്ലണ്ടിൽ ആരും ആ ദിവസം മരിച്ചില്ല. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോ ക്വീൻ എലിസബത്തിന്റെ അമ്മ എലിസബത്തിനെയാണ് പേര്, ആള് മരിച്ചു. അപ്പോ ലിസയുടെ പേര് എലിസബത്ത് എന്നായി. അങ്ങനെ ഞങ്ങളുടെ പേരുകൾ ഇംഗ്ലണ്ടിൽ ഓരോ ആൾക്കാർ തമിഴ് മരിച്ചു കാരണം ഞങ്ങളുടെ പേര് ഡയനാന്നും എലിസബത്ത് എന്നായി. എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയുമ്പോൾ നല്ല പേരുകളാണല്ലോ, രാജകുമാരികളുടെ പേരുകളാണ്. ഞങ്ങളത് നല്ല പ്രൗഡായിട്ട് പറയാം, ഞങ്ങൾ പപ്പയുടെ പേരുകളാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോകെ പോകെ അമ്മയ്ക്കും ഇഷ്ടമായി. അമ്മയും വിചാരിച്ചാൽ ആൻമേരി ഏഞ്ചൽ മേരി കുറെ കോമൺ ആയിട്ട് നല്ല പേരുകൾ നന്നായി പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പപ്പ ഈ ഞാൻ പറഞ്ഞില്ല വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അന്നാലും ലിസ ജനിച്ചത് ബക്രീദിലാണ്. ഇനി അങ്ങനെ ജോസഫ് അങ്കളുടെ കൂടെ വെച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അപ്പൊ അവളുടെ പേര് മുഹമ്മദ് റാഫി എന്നുമായിരുന്നു. പക്ഷെ ആയില്ല. അടുത്തൊരു കാര്യം, അന്നത്തെ കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താ അറിയാമെങ്കിലും അപ്പയുടെയും അമ്മയുടെയും പേരിന്റെ പപ്പ ആദ്യം വെച്ചിട്ട് കൊച്ചിന്റെ പേരിടുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന്റെ പേര് കൃഷ്ണനും അമ്മയുടെ പേര് മിനിന്നും ആണെങ്കിൽ കൃഷ്ണന്റെ ക്രിയും മിനിയുടെ മിയും ചേർന്ന് കൊച്ചിന്റെ പേര് കൃവി. ഓക്കെ, പക്ഷെ ഇതങ്ങനെ വിദേശത്തെയും സ്ട്രാറ്റജി. എന്നാലും എന്റെ പപ്പ എനിക്ക് പേരിടുന്ന നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അമ്മയുടെ പപ്പയുടെ പേര് ആലോചിക്കാൻ പറഞ്ഞില്ലേ. അമ്മയുടെ പേര് ജിജി എന്നാണ്. ജിജിയുടെ ജിയും റാഫിയുടെ റാഫ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പേര് ജിറാഫ്. അപ്പൊ പേരിട്ടില്ലെങ്കിലും എനിക്ക് ക്വാളിറ്റി കിട്ടി, നീളമുണ്ട്. ഓക്കെ, ജിറാഫിനായാലും. പക്ഷെ ഇതേ സെയിം സ്ട്രാറ്റജി അന്നത്തെ കാലത്ത് ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയ ഒരു വീട്ടിലേക്കാണ് ഞാൻ കയറിപ്പോയത്. പപ്പയുടെ പേര് ഔസേബും അമ്മയുടെ പേര് ഷീലും. ഞാൻ ഷിയോനോട് സ്റ്റാർട്ടിങ്ങിൽ കല്യാണത്തിന് മുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കുമായിരുന്നു, എന്താ ഈ പേര് ഷിയോ? ഞാൻ കേട്ടിട്ടില്ല, എവിടുന്നോ വന്നൊരു പേര്, ചേച്ചിയുടെ പേരെങ്കിൽ ഔഷി, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഷിയോ പറയാം വെറൈറ്റി ആടി, ഭയങ്കര വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അല്പം ഷിയോ പറയാം, पप्पा का नाम औसेप, मम्मी का नाम शीला, ചേച്ചി का नाम ഔസേപ്പിന്റെ ഔവും ഷീലയുടെ ഷീയും, ചേച്ചിയുടെ പേര് ഔഷി. ഓക്കെ, ഷിയോ ഉണ്ടായപ്പോ അത് അങ്ങനെ മറിച്ചിട്ടു ഷിയോ. ഓക്കെ, സിമ്പിൾ ആയിരുന്നു കാര്യം. പക്ഷെ ഇന്നത്തെ കാലത്ത് 2025 ഞങ്ങൾക്കൊരു കുറുക്കൻ ചെറിയ കുട്ടി ഉണ്ടായി. അപ്പൊ അങ്ങനും ഞാനും ഷിയോനും ഈ സെയിം സ്ട്രാറ്റജി കുട്ടിക്ക് വേണ്ടി ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പേര് പ്രോബബിൾ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഡയനയുടെ ഡിയും ഷിയോയുടെ ഷേം വെച്ച് കഴിഞ്ഞാൽ ഡിഷ്. ഡയനയുടെ ഡിയും ഷിയോയുടെ ഇയോ ഡിയോ പറ്റുന്നില്ല. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ കണ്ടെത്തിയതാണ്, അതോടുകൂടി ഞങ്ങൾ പിന്നെ വിചാരിക്കുന്നത് നിർത്തി. ഷിയോയുടെ ഷേയും ഡയനയുടെ ഡിയും ഷേ ഡി. അപ്പൊ ഇടാനേ പറ്റത്തില്ല. അപ്പൊ സമയത്തിന് ഷിയോ ഒസ ഇടാൻ പറ്റുന്നൊരു സാധനം, പക്ഷെ പേരിടാനായിട്ട് പറ്റില്ല. അപ്പൊ അത് കാരണം തക്ക സമയത്ത് ഷിയ ഒസായ എന്ന പേര് കൊണ്ട് വന്ന കാരണം കൊച്ചു രക്ഷപ്പെട്ടു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.